റേഡിയോ ലൈറ്റിംഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 12 വോൾട്ട് ഡി സിയിൽ വർക്ക് ചെയ്യുന്ന 5 മീറ്റർ ലെങ്ത് വരുന്ന സിംഗിൾ കളർ നിയോണുകളാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഈ പറയുന്ന 12 വോൾട്ട് 5 മീറ്റർ നിയോണുകൾ നമ്മുടെ കയ്യിൽ 10 കളർ അല്ലെങ്കിൽ 10 വെറൈറ്റി അവൈലബിൾ ആണ്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ സിംഗിൾ കളർ നിയോണിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. ആക്ച്വലി ഇത്തരത്തിലുള്ള നിയോൺ ലൈറ്റുകൾ എന്ന് പറയുന്നത് ഒരു 12 വോൾട്ടിന്റെ LED സ്ട്രിപ്പ് ആണ്. അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു റബ്ബർ സ്ലീവ് അല്ലെങ്കിൽ ഒരു സിലിക്കൺ സ്ലീവ് വരുന്നതാണിത്. ഈ സ്ലീവ് ഉണ്ടായതുകൊണ്ട് തന്നെ ലൈറ്റ് കത്തുന്ന സമയത്ത് നമുക്കൊരു നിയോൺ എഫക്റ്റ് നൽകുകയും ലൈറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഡിഫ്യൂസ് ആവുകയും ചെയ്യും. ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ നിയോൺ സൈൻ ചെയ്യാനും ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെയാണ് യൂസ് ചെയ്ത് വരുന്നത്. നിയോൺ സൈൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇവന്റുകളിൽ കല്യാണങ്ങൾക്കും റിസപ്ഷനും ബർത്ത്ഡേ പാർട്ടികളിലൊക്കെ നെയിം ചെയ്തെടുക്കാൻ വേണ്ടി ഈ ഒരു നിയോൺ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഷോപ്പുകളിൽ ലോഗോയും മറ്റ് ഫിഗേഴ്സ് ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ നിയോൺ സൈൻസ് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ വാഹനങ്ങളിൽ DRL ആയിട്ടും ബാക്കി ഡെക്കറേറ്റിംഗ് ലൈറ്റ് ആയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യും. ഏറ്റവും കൂടുതൽ ഈ ഒരു ലൈറ്റ് ഇപ്പോൾ യൂസ് ചെയ്ത് നമ്മൾ കണ്ടുവരുന്നത് ടൂറിസ്റ്റ് ബസ്സുകളിലാണ്. നമ്മൾ മനസ്സിൽ പോലും ആലോചിക്കാത്ത രീതിയിലാണ് ഈ ഒരു ലൈറ്റ് നമുക്കിപ്പോൾ ടൂറിസ്റ്റ് ബസ്സുകൾ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു നിയോൺ ലൈറ്റ് യൂസ് ചെയ്തിട്ട് എത്തരത്തിലാണ് പ്രൊഫഷണൽ ആയിട്ട് നിയോൺ സൈൻ ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ വീഡിയോ വേണമെന്നോ അല്ലെങ്കിൽ നിയോൺ സൈൻ എന്നോ കമന്റ് ചെയ്യുക. ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു നിയോൺ വെച്ചിട്ട് എത്തരത്തിൽ നിയോൺ സൈൻസ് പ്രൊഫഷണലായിട്ട് ചെയ്യാന്നുള്ളതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ അധികം വൈകാതെ നമ്മൾ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇത് 12 വോൾട്ട് ഡി സിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പവർ അപ്പ് ചെയ്യാനായിട്ട് നമുക്ക് 12 വോൾട്ടിന്റെ പവർ സപ്ലൈസ് ആവശ്യമാണ്. ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി നമ്മൾ RRLന്റെ തന്നെ 12 വോൾട്ട് 400 വാട്ട്സിന്റെ റെയിൻ പ്രൂഫ് പവർ സപ്ലൈ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ 5 മീറ്റർ ആയിട്ട് തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഓൾറെഡി കണക്ഷൻസ് വരുന്നുണ്ട്. ചിലതിൽ നമുക്ക് നെഗറ്റീവും പോസിറ്റീവും വയറുകളും മാത്രം നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ചിലതിൽ നമുക്ക് DC സോക്കറ്റ് വരുന്നുണ്ട്. DC സോക്കറ്റ് വരുന്നത് നിങ്ങൾ 5 മീറ്റർ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതിലേക്ക് ഒരു DC ജാക്ക് കണക്ട് ചെയ്താൽ മാത്രം മതി. അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് കട്ട് പീസുകളായിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ ഇതിന്റെ ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ ചെറിയ ചെറിയ വരകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വരകളുടെ സ്ഥാനത്ത് വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇതിന്റെ കണക്ഷൻ പോയിന്റ്സ് എടുക്കാൻ സാധിക്കുന്നതാണ്. കണക്ഷൻ പോയിന്റ് എടുക്കുന്ന ടൈമിൽ സ്ട്രിപ്പിന്റെ ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ പോസിറ്റീവും നെഗറ്റീവും മാർക്ക് ചെയ്തേക്കുന്നത് കാണാൻ സാധിക്കും. നല്ല നിയോൺ ലൈറ്റുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എത്ര ബെൻഡ് ചെയ്ത് കഴിഞ്ഞാലും ഇതിന്റെ LED ബ്രേക്കേജോ അല്ലെങ്കിൽ ആ ബെൻഡ് ചെയ്യുന്ന വെച്ച് കത്താതിരിക്കുന്ന ഒരു പ്രശ്നം വരില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ഈ കാണുന്ന എല്ലാ ലൈറ്റുകളും നമ്മൾ എത്തരത്തിൽ ബെൻഡ് ചെയ്ത് കഴിഞ്ഞാലും ലൈറ്റിന് ഡാമേജ് വരുന്നില്ല. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നിയോൺ ലൈറ്റുകളുടെ ക്വാളിറ്റി കണ്ടെത്താൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള 10 കളറുകൾ അല്ലെങ്കിൽ 10 വെറൈറ്റി ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. വൈറ്റിൽ തന്നെ നമുക്ക് 3 ടൈപ്പ് വൈറ്റ് വരുന്നുണ്ട്. ഈ കാണുന്നത് കൂൾ വൈറ്റ് എന്ന് പറയുന്ന കളറാണ്. കൂൾ വൈറ്റ് എന്ന് പറയുമ്പോൾ കൂടുതൽ ഒരു നീല ടിന്റുള്ള ലൈറ്റ് ഉണ്ട്, ബ്ലൂ ടിന്റ് വരുന്ന ലൈറ്റ് ആണ്. നമുക്ക് പ്യുവർ വൈറ്റിന്റെ ഉപയോഗം വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് വരുന്നതും ഈ ഒരു കൂൾ വൈറ്റ് ആണ്. കൂൾ വൈറ്റ് കഴിഞ്ഞാൽ നാച്ചുറൽ വൈറ്റ് എന്ന് പറഞ്ഞൊരു കളർ ഉണ്ട്. നിങ്ങളിപ്പോൾ ഈ ഒരു കൂൾ വൈറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് വാം വൈറ്റ് ആയിട്ട് തോന്നും. എന്നാൽ കൂൾ വൈറ്റിനും വാം വൈറ്റിനും ഇടയിൽ നിൽക്കുന്ന ഒരു ഓഫ് വൈറ്റ് കളറാണ് ഈ പറയുന്ന നാച്ചുറൽ വൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് വാം വൈറ്റും അതുപോലെ നാച്ചുറൽ വൈറ്റും ആണ്. വാം വൈറ്റിനെ ഒപ്പം കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതൊരു കൂടുതൽ ഒരു കൂൾ വൈറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് റെഡ് കളർ വരുന്നുണ്ട്. നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു കളറാണ് റെഡ് കളർ. അതിനുശേഷം യെല്ലോ ഉണ്ട്. ചില സമയങ്ങളിൽ നമുക്ക് ആംബർ കളർ വരുമായിരുന്നു, എന്നാൽ ഇപ്പോൾ നമുക്ക് യെല്ലോ കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഐസി ബ്ലൂ കളർ വരുന്നുണ്ട്. ഐസി ബ്ലൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ആകാശ നീലയുമായിട്ട് ഒരു സാമ്യമുള്ള ഒരു കളറാണ്. ഈ കാണുന്ന ഈ ഒരു നീല കളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ഐസി ബ്ലൂവിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. സോ നമുക്ക് നീലയിൽ തന്നെ ഐസി ബ്ലൂവും നോർമൽ ബ്ലൂവും വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഗ്രീൻ അല്ലെങ്കിൽ പച്ച കളർ വരുന്നുണ്ട്. പച്ച അത്യാവശ്യം മൈൽഡ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ആണ്, അത്ര ഹാർഷ് അല്ല. അതിനുശേഷം നമുക്ക് പിങ്ക് ലൈറ്റ് ഉണ്ട്. പിങ്കും കുറച്ചൊരു കൂൾ ഫീൽ അല്ലെങ്കിൽ ഒരു ലൈറ്റർ ഫീൽ ഉള്ള ഒരു കളറാണ്. അതുപോലെ തന്നെ നമുക്ക് വയലറ്റും വരുന്നുണ്ട്. സോ നീലയിൽ തന്നെ വയലറ്റും ഐസി ബ്ലൂവും നോർമൽ ബ്ലൂവും നമുക്ക് വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ സയൻസ് ചെയ്യുന്ന സമയത്ത് പല കളറുകൾ യൂസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്കൊരു വൈഡ് വെറൈറ്റി ഓഫ് കളേഴ്സ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതിന്റെ പ്രൈസിങ്ങും മറ്റ് ഡീറ്റെയിൽസും അറിയാനായിട്ട് നിങ്ങൾക്ക് നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇതൊന്നെങ്കിലും നമ്മുടെ ഷോപ്പുകളിൽ വന്ന് വാങ്ങാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഷോപ്പുകളുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളത്ത് നോർത്ത് പരവൂരിലും ആലപ്പുഴ ജില്ലയിൽ കായംകുളത്തിന് അടുത്തായിട്ടാണ്. നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിൽ എവിടേക്കും ഈ പ്രൊഡക്റ്റ് നമ്മൾ കൊറിയർ ചെയ്ത് നൽകുന്നതാണ്. സോ ഇത്തരത്തിലുള്ള LED മറ്റ് സംബന്ധമായിട്ടുള്ള വിശേഷങ്ങൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.